എവ്രി ഡൺ ഗായ്സ്, നമ്മൾ സ്വവാക്കി വന്നിട്ട് 1 month ആയി. അങ്ങനെ ഫസ്റ്റ് മാസം സാലറി ഒക്കെ കിട്ടി നേരെ യൂറോ ടു INR നാട്ടിലോട്ട് പണിയെടുക്കുന്നു, കാശ് അയക്കുന്നു, പണിയെടുക്കുന്നു, കാശ് അയക്കുന്നു. അങ്ങനെ ഈ വീക്ക് നമുക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നാളെ മറ്റന്നാൾ ഓഫാണല്ലോ. സാറ്റർഡേ സൺഡേ വേണമെങ്കിൽ OT എടുക്കാൻ. ഞാൻ പിന്നെ പേര് കൊടുത്തില്ല, 2 ദിവസം കറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. ഓരോരുത്തർക്കും ഓരോ ലോഗിൻ ID കാണും. ആ ID പറഞ്ഞു വേണം വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, അതും സ്ലോവാക്കിയൻ. അങ്ങനെ കുറച്ച് സ്ലോവാക്കിയൻ നമ്പേഴ്സൊക്കെ പഠിച്ച് യതെന്താ 3 സ്റ്റിരി. ഈ സ്റ്റിരിയാണ് വിഷയം. സ്റ്റിരി എത്ര പറഞ്ഞാലും ലിഡിയ കേൾക്കത്തില്ല. ലിഡിയ എന്ന് പറയുന്നത് ആപ്പിളിൻ്റെ സിരി പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ആണ്. പിന്നെ ഒരു വിധത്തിൽ സ്റ്റിരി പറഞ്ഞൊപ്പിച്ച് ലിഡിയക്ക് 2 തെറിയും കൊടുത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ വർക്കൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നേരം വീക്കെൻഡ് ആയതുകൊണ്ട് കമ്പനിയിൽ നിന്ന് കുറച്ച് ലേസൊക്കെ തന്നു. എത്ര വേണമെങ്കിലും കൊണ്ടുപോകാം ലേസ്. ബാഗ് നിറയെ ലേസ്, പെട്ടി നിറയെ ലേസ്, അങ്ങോട്ട് നോക്കി അവിടെയും ലേസ്. മൊത്തത്തിൽ ഒരു ലേസ് മയമായിരുന്നു ഗൈസ്. അങ്ങനെ ലേസൊക്കെ കഴിച്ച് ബസ്സിൽ കയറി നേരെ റൂമിലെത്തി ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ സാധനങ്ങളൊന്നുമില്ല. പിന്നെ നേരെ ടെസ്കോയിലോട്ട് വെച്ച് പിടിച്ചു. സാലറി ഒക്കെ കിട്ടിയല്ലേ ബിരിയാണി എന്തെങ്കിലും വെച്ചാലാന്ന് വെച്ചു. ലാസ്റ്റ് നമ്മൾ ബിരിയാണി കഴിച്ചത് അബുദാബി എയർപോർട്ടിൽ നിന്നാണ്. അത് 1500 രൂപയ്ക്ക്. നമുക്കിവിടെ മെയിനായിട്ട് അടുത്തുള്ളത് ടെസ്കോയും ലിഡിലും ആണ്. പിന്നെ നമ്മൾ നേരെ ടെസ്കോയിലോട്ട് കയറി. ആദ്യമൊക്കെ ടെസ്കോയിൽ നിന്ന് സാധനം വാങ്ങി സ്കാൻ ചെയ്യാൻ നേരം ഫ്ലിപ്കാർട്ട് കറുത്തു എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തുവാന്ന് അറിഞ്ഞൂടാത്തോണ്ട് നമ്മൾ പിന്നെ അതിനകത്ത് തലവെക്കാൻ പോയില്ല. പിന്നെ അവിടെ നിൽക്കുന്ന ഒരു ആൻറ്റിയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിനെ കട്ടി പറഞ്ഞു തന്നത്. അതൊരു ആപ്പാണെന്നും ആ ആപ്പ് സ്കാൻ ചെയ്താൽ നമുക്ക് കുറച്ച് ഓഫറും കാര്യങ്ങളും കിട്ടുമെന്നും സേവ് ചെയ്യാമെന്നും കുറച്ച് യൂറോയും കാര്യങ്ങളും സേവ് ചെയ്യാമെന്നും. അങ്ങനെ നമ്മൾ നേരെ ആപ്പ് എടുത്തു. ടെസ്കോയിൽ ചില സാധനങ്ങളുടെ പ്രൈസ് മഞ്ഞ നിറത്തിൽ കാണാം. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഈ ഫ്ലിപ്കാർട്ട് സ്കാൻ ചെയ്താലാണ് നമുക്ക് പൈസ കുറച്ച് കിട്ടുന്നത്. ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്ത് ഈ മന്ത് 8 യൂറോയും ടോട്ടൽ 26 യൂറോ എനിക്ക് സേവ് ആക്കാൻ പറ്റി. അതായത് 2600 രൂപ നാട്ടിൽ. അപ്പോൾ ഇതുവരെ ഈ ആപ്പ് യൂസ് ചെയ്യാത്തവർ ആപ്പ് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ലിഡിലും ഇതുപോലെ ലിഡിൽ പ്ലസ് എന്ന് പറയുന്ന ആപ്പുണ്ട്. പക്ഷെ അവിടെ വലിയ ഓഫറും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഈ കാണിക്കുന്ന പോയിന്റ് നമ്മൾ ഓരോ തവണ പർച്ചേസ് ചെയ്യുമ്പോഴും കിട്ടുന്നതാണ്. ഞാൻ ഒരു വട്ടം കളക്റ്റാക്കി കഴിഞ്ഞു. 150 ആയി കഴിഞ്ഞാൽ 1.5 യൂറോ ഒരു വൗച്ചർ കിട്ടും. അത് യൂസ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടെസ്കോയിൽ ലിഡിലും കയറി കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയത്തില്ല. ഓരോ സാധനങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കും. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരം അയൺമാൻ, ജാക്ക് സ്പാരോ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് പണിങ്ങി വെച്ചേക്കുന്നു. എന്തോ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്നലെ വരെ ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ റൂമിൽ വന്ന് നേരെ കിച്ചണിലോട്ട് കയറി ഒരു സ്ലോവാക്കൻ ബിരിയാണി അങ്ങ് പടച്ചു. സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല ഗൈസ്, കൊള്ളായിരുന്നു സംഭവം. ഒരു റെസ്റ്റോറൻറ്റ് ഫീലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടുത്തെ ഷെഫായി മാറി. ബിരിയാണിയൊക്കെ കഴിച്ചിരുന്നപ്പോഴാണ് ഓഫീസിൽ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞത് TRC റെഡി ആയിട്ടുണ്ട്, വന്ന് മേടിച്ചുകൊണ്ട് വെക്കളാൻ. പിന്നെ നേരെ ചാടി എണീച്ച് ട്രാം ഓടിച്ച് ബ്രാട്ടിയിൽ ഇറങ്ങി. ബ്രാട്ടിയിൽ നിന്ന് നേരെ ട്രെയിൻ പിടിച്ച് ട്രെയിനോയിലെത്തി TRCയും കളക്ട് ചെയ്ത് നമ്മളിങ്ങ് വരുന്നു. ഈ മിഷൻ യൂസ് ചെയ്താണ് ട്രാമിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത്. ട്രാമിലും ബസ്സിലും സെയിം ടിക്കറ്റ് ഉപയോഗിച്ച് യാത്ര ചെയ്യാവുന്നതാണ്. 30 മിനിറ്റ് യാത്ര ചെയ്യാൻ 1 യൂറോ 20 സെൻറ്റ് കൊടുക്കണം. അങ്ങനെ നേരെ 30 മിനിറ്റിൻ്റെ ബട്ടണിൽ കുത്തി 2 യൂറോ ഇട്ട് ടിക്കറ്റ് പ്രിൻറ്റ് ചെയ്ത് അടിച്ചിറങ്ങി വന്ന് ബാക്കി പൈസ എടുത്ത് നമ്മൾ നേരെ ട്രാമിൽ കയറി ബ്രാട്ടിയിലെത്തി. ഈ ടിക്കറ്റ് ട്രാമിൽ കയറി പഞ്ച് ചെയ്ത സമയം മുതൽ 30 മിനിറ്റ് യാത്ര ചെയ്യുന്നതാണ്. പഞ്ച് ചെയ്യാതെ ടിക്കറ്റും കയ്യിൽ വെച്ച് ആരും യാത്ര ചെയ്യാമെന്ന് വിചാരിക്കേണ്ട ഗൈസ്. സിവിൽ ഡ്രസ്സിലായിരിക്കും ചെക്കർ ഇരിക്കുന്നത്. പെട്ടെന്ന് എഴുതിച്ചിട്ടായിരിക്കും ടിക്കറ്റ് ചോദിക്കുന്നത്. പഞ്ച് ചെയ്തില്ലെങ്കിലും അവർ 50-100 യൂറോ അടിച്ച് ഫൈൻ തരും. TRCക്ക് വേണ്ടി ബയോമെട്രിക് കംപ്ലീറ്റ് ചെയ്ത കാര്യങ്ങൾ മുന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ പോയി കണ്ടിട്ട് വരിക. എനിക്കിവിടെ 2 കൊല്ലത്തെ TRC ആണ് അടിച്ചേക്കുന്നത്. ഇനി 2 കൊല്ലത്തേക്ക് ഇവിടുന്ന് ആരും പറഞ്ഞുകൂടത്തില്ല. അങ്ങനെ TRCയും കിട്ടി, ഇൻഷുറൻസ് കാർഡും എടുത്ത് ഒരു പേഴ്സണൽ ഡോക്ടറിനെയും ഫിക്സ് ചെയ്ത് നമ്മൾ നേരെ ബ്രാട്ടിയിലെത്തി. ട്രെയിൻ കയറി. സ്ലോവാക്യ വന്നിട്ട് ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. ഒരു പ്രീമിയം ഫീൽ ഉണ്ടായിരുന്നു. ട്രെയിനിൽ കയറി കുറച്ച് കഴിഞ്ഞ് TTR വന്ന് നമ്മളെ ടിക്കറ്റും സ്കാൻ ചെയ്ത് TTR പോയി. അങ്ങനെ നേരെ ബ്രാട്ടിയിൽ വന്ന് ഓൾഡ് ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഒടുക്കത്തെ വിശപ്പ്. നേരെ ഗൂഗിൾ മാപ്പ് എടുത്തൊരു മലയാളി റെസ്റ്റോറൻറ്റ് അങ്ങ് തപ്പി. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഉണക്കി നേരെ ഷോപ്പിലോട്ട് പോയി. ക്രേവ് മാജിക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. കയറിയപ്പോൾ തന്നെ ഒരു നല്ലൊരു ആംബിയൻസ് ഫീൽ ചെയ്തു. പിന്നെ മെനു ബോർഡൊക്കെ നോക്കി നമ്മളുടെ സാധനം ഓർഡർ ചെയ്തു. മാജിക് ഡൂറം എന്നാണ് അതിൻ്റെ പേര്. സംഭവം കണ്ടപ്പോൾ തന്നെ എൻ്റെ വയറ് കറങ്ങി ഗൈസ്. ഇതിന് 6 യൂറോ 90 സെൻറ്റാണ് ആയത്. ഇതൊറ്റയ്ക്ക് എങ്ങനെ തിന്നു തീർക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നത്. അത്രയ്ക്കുണ്ടായിരുന്നത് ഒരു ബൊക്ക പോലെ. സംഭവം കഴിച്ചു തുടങ്ങിയപ്പോൾ നല്ല ടേസ്റ്റ്, പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നാട്ടിലെ ഷവർമ കഴിക്കുന്ന ഫീല്. 3 ഫ്ലേവറിൽ സോസ് അവൈലബിൾ ആണ്. ഗാർലിക്, ഹെർബൽ, സ്പൈസ്. ഞാൻ ഓർഡർ ചെയ്തത് സ്പൈസസ് ആണ്. പുള്ളി മലയാളി ആയതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് സംസാരിച്ച് പുള്ളി മേക്ക് ചെയ്യുന്ന കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്നു. സ്ലൈസ് ചെയ്ത് വീഴുന്ന കബാബ് കണ്ടിട്ട് വാരി തിന്നാൻ തോന്നി. പിന്നെ അടിയിട്ടി ഒന്നും പറഞ്ഞ് അടങ്ങി നിന്നു. പിന്നെ കുറച്ച് ഡിഷും എനിക്ക് ട്രൈ ചെയ്യാൻ തന്നു. പിന്നെ സ്റ്റുഡൻസ് ID കാണിച്ചു കഴിഞ്ഞാൽ 20% ഓഫർ ഉണ്ടെന്ന് പറയുന്നത് കിട്ടും എല്ലാത്തിനും. അങ്ങനെ പുള്ളിക്കാരനും ബൈയൊക്കെ പറഞ്ഞ് നമ്മൾ നേരെ ട്രാം കയറി റൂമിലോട്ടെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. 450 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അത് 500 എത്തിച്ചായിരുന്നെങ്കിൽ അടുത്ത വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഇച്ചിരി ബൂസ്റ്റ് ആയേനെ. BLSനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും വീഡിയോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഡോബ്ര ഡെൻ ഗായ്സ്, ബൈ ബൈ.